ഒളിവിൽ കഴിയുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിക്കെതിരെ വീണ്ടും കേസ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ആലുവ സൈബർ പോലീസാണ് കേസെടുത്തത്. അധിക്ഷേപം, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മനോജ് ജോസ് എന്നയാളുടെ പരാതിയിലാണ് നടപടി. സജോ ദേവസ്യ ചേരുന്നു. സജോ, പുതിയ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. റോഷ്നിയും ഇതേ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ കേസുകൾ എടുത്തതാണ്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മറ്റൊരു പരാതി വന്നത്. മനോജ് ജോസ് ആഴകത്ത് എന്നയാളാണ് DGPക്ക് പരാതി നൽകിയത്. ആ പരാതി ആലുവ സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. FIR-ൽ പറയുന്നത് കേരള മുഖ്യമന്ത്രിയെ പൊതുസമൂഹത്തിൽ അപമാനിച്ച് പൊതുജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കി ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിവിധങ്ങളായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയെ അപമാനിച്ച് സ്പർദ്ധയുണ്ടാക്കാനുള്ള ശ്രമം, ലഹളയ്ക്കുള്ള ശ്രമം, IT ആക്ട് 67 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ കേസുകൾ പരാതികളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി അർജുൻ ആയങ്കിക്കെതിരെ വരുന്നു എന്നതാണ്. അതായത് പോലീസ് ഏതായാലും അർജുൻ ആയങ്കിയെ പൂട്ടാനുള്ള സജീവ ശ്രമം നടത്തുന്നു. അതേസമയം അർജുൻ ആയങ്കിയുടെ റൂട്ടിലും പോകുന്നു. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ നടത്തുന്ന യുദ്ധത്തിൽ നിരവധി പരാതികൾ വരുന്നു. ആ പരാതികളിൽ കൂടുതൽ കേസുകൾ വരുന്നു. അതായത് ഇനിയിപ്പോൾ ഇതേ വിഷയത്തിൽ തന്നെ ആദ്യം ഇതിനൊക്കെ ആധാരമായി വന്നത് ഒരു കേസാണ്. ഇത് പക്ഷേ സമൂഹ മാധ്യമ കുറിപ്പിൽ പങ്കുവച്ച രാഷ്ട്രീയ സ്വഭാവത്തോടുകൂടി എന്നൊക്കെ അവകാശപ്പെടും രീതിയിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചത്. പക്ഷേ അത് മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്നതാണ്, അവഹേളിക്കുന്നതാണ്, അതുവഴി കലാപശ്രമമാണ് ലക്ഷ്യമിടുന്നത് എന്ന പരാതിയാണ് DGPക്ക് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഫോർവേഡ് ചെയ്ത് ആലുവ റൂറൽ പോലീസിന് ലഭ്യമാവുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, മറ്റൊരു കേസ് കൂടി ഉണ്ടാവുകയാണ് അർജുൻ ആയങ്കിക്കെതിരെ. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു പരാതി. അത് വകുപ്പുകൾ നോക്കുമ്പോൾ അധിക്ഷേപം, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മനോജ് ജോസ് എന്നയാളുടെ പരാതിയിലാണ് ഈ